Hello everyone, hope you all are doing good and great. Welcome back to my YouTube channel. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് നല്ലോണം പ്രൊഡക്റ്റീവ് ആക്കണം എന്ന് കരുതി എടുത്തതാണ്. പക്ഷെ എടുത്തു വന്നപ്പോൾ ഇതൊന്നുകൂടി ഒരു സെൽഫ് കെയർ ഡേ ആയിപ്പോയോ എന്നൊരു സംശയം ഉണ്ട് എനിക്ക്. ഞാൻ രാവിലെ താഴെ പോയപ്പോൾ സിംബ കൂട്ടിലായിരുന്നു കേട്ടോ. ആരും ഓനെ കൂട് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ കരയുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓനെ തുറന്നിട്ട് ഓൻ്റെ ഫുഡ് കുറച്ച് ഓന് വെച്ചു കൊടുത്തു. ഇപ്പോൾ പനീൻ്റെ ഒരു സീസൺ ആണെന്ന് തോന്നുന്നു. ഹാദിക്ക് ഇവിടെ നല്ലൊരു പനി പിടിച്ചിട്ട് 2 ദിവസം ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ദിവസം ക്ലാസ്സിന് പോകുന്നില്ല. അപ്പോൾ ഞാൻ എണീറ്റതിന് ശേഷം ഓനൊരു കോഫി ഉണ്ടാക്കി കൊടുത്തു. പിന്നെ എനിക്ക് ഈ കംഫർട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ റൂമിൽ തന്നെ കൊണ്ടുവെക്കാണ്ടായിരുന്നു. അതുകൊണ്ട് അത് കൊണ്ടുവെക്കാൻ പോയപ്പം ഈ ഒരു കവർ കണ്ടത് ഞാൻ ലാസ്റ്റ് കോഴിക്കോട് പോയപ്പോൾ മേടിച്ചതാണ്. മിസ്റ്റർ DIYന്നും അതുപോലെ തന്നെ ഡൈക്കറ്റ് സ്മാർട്ടിന് കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ. ഈ സോക്സ് മിസ്റ്റർ DIY എന്നാണ് 3 വരുന്ന ഒരു കോംബോ. ആൻഡ് പിന്നെ ഈ ഒരു സ്റ്റിക്കർ ഡൈക്കറ്റ് സ്മാർട്ടിൽ നിന്ന്, ഈ ഒരു സ്റ്റിക്കറും ഡൈക്കറ്റ് സ്മാർട്ടിൽ നിന്നാണ്. പിന്നെ എനിക്ക് ഇപ്പോൾ എന്താ റിലീ ടൈപ്പ് ഗ്ലൂ ആണ് ഒന്നുകൂടെ ഇഷ്ടം. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് കഴിഞ്ഞു, അപ്പോൾ പുതിയത് വാങ്ങി. ആൻഡ് ഇതൊരു സ്റ്റിക്കർ റോളാണ്. ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് മേടിച്ചതാണ്. ഇതെങ്ങനെയാണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീരീസാണ് LA എന്ന് പറഞ്ഞിട്ടുള്ള. പക്ഷെ എനിക്ക് ഈ സീരീസ് തീരെ വർക്കായില്ലടോ. ലൈക്ക് എനിക്കെന്തോ അതങ്ങോട്ട് ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയില്ല. കുറേ ഹൈപ്പ് കണ്ടിട്ടായിരുന്നു ഞാൻ. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് അതിൻ്റെ ഒരു കുറേ മുന്നത്തെ ഒരു 2001 ഇറങ്ങിയ മൂവി ഉണ്ട്, അതാണ് ഒറിജിനൽ. ഇതൊക്കെ പിന്നെ ഇൻസ്പയർഡ് ആണെന്നുള്ളത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഞാൻ എൻ്റെ റൂമിൽ തന്നെ വന്നു. ആൻഡ് ഇതാണ് എൻ്റെ ഒരു കോണ്ടൻറ്റ് ബുക്ക്, പുതിയ കോണ്ടൻറ്റ് ബുക്ക്. ഇപ്പം ഞാൻ ഇതിലാണ് മൊത്തം ഇതിൽ. ആദ്യം ഒരു ചെറിയൊരു സാധനമായിരുന്നു, അതൊക്കെ കേട് വന്നപ്പോൾ ഞാൻ ഈ ബുക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് മാറ്റി. സാധാരണ ഞാൻ ടു ഡു ലിസ്റ്റൊക്കെ എൻ്റെ വീക്ക്ലി പ്ലാനറിലൊക്കെയാണ് എഴുതൽ. ഇപ്പോൾ വീക്ക്ലി പ്ലാനർ അവിടെ നിന്ന് എടുക്കാൻ മടിയേക്കാരം. ഞാൻ അത് ഒട്ടിക്കട്ടിക്ക് വൃത്തിക്ക് എൻ്റെ ഡ്രോവറിൽ വെച്ചതാണ്. ഇപ്പം ഞാൻ അതെടുത്തിട്ട് പിന്നെ അതങ്ങനെ ഇറക്കി വെക്കേണ്ടതൊക്കെ ആലോചിച്ചിട്ട് മടിയായിട്ടില്ലേ. ഞാൻ നോട്ട്ബുക്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എഴുതി വെച്ചു. മെയിൻ കാര്യം ഇന്ന് നല്ല ഹെയർ ഓയിലൊക്കെ ഇട്ടിട്ട് ഹെയറൊക്കെ ഒന്ന് വാഷ് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഹെയർ ഓയിൽ തപ്പിയെടുത്തു. ഇൻഡി വൈൽഡിൻ്റെ ഒരു ചാമ്പി ഹെയർ ഓയിലാണ്. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഹെയർ ഓയിലൊന്നും പിക്കിയല്ല. എനിക്ക് ചില ഹെയർ ഓയിലിൻ്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടമാവാറില്ല. സ്മെല്ല് ഓക്കെ ആയിട്ടുള്ള ഏതൊരു ഹെയർ ഓയിലും ഞാൻ യൂസ് ചെയ്യും. എനിക്ക് ഈ ഹെയർ ഓയിൽ വേണം, ആ ഹെയർ ഓയിൽ വേണം, അങ്ങനെയൊന്നുമില്ല. ഇപ്പം എൻ്റെ കയ്യിൽ റൂമിലുള്ളത് ഇതാണ്, അതുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ കേട്ടോ. സോ എന്നോട് കുറേ പേര് ഹെയർ കെയർ ചോദിക്കലുണ്ട്, എന്താണ് ചെയ്യല്, ഹെയറിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. എൻ്റെ മുടി നിങ്ങൾ നേരത്തെ കണ്ടോ, മുടി ഒന്ന് ജസ്റ്റ് പെട്ടെന്നൊന്ന് കോംബ് ചെയ്താൽ ഈ ഒരു രൂപത്തിലാവുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ മുടി അത്യാവശ്യം ഫ്രിസി സംഭവമൊക്കെ ആയിട്ട് തന്നെ. ആൻഡ് ഹെയറിൽ ഞാനൊരു ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഈ ഫ്രണ്ടിൽ ഇയർ ടു ഇയർ പാർട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി ഫ്രണ്ടിലെ ഭാഗം, ചിലപ്പോൾ ഫ്രണ്ടിലത്തെ ഭാഗം മാത്രം ഇങ്ങനെ വളഞ്ഞിരിക്കലുണ്ട് എൻ്റെ മുടി കട്ട് ചെയ്യുമ്പം. അപ്പോൾ അത് വേണ്ട വെച്ചിട്ട് അങ്ങനെ ചെയ്യലുണ്ട്. പക്ഷെ അത് നിൻ്റെ അതിപ്പോൾ നേരമൊന്നും അല്ല നിൽക്കുന്നത്, ഇപ്പോഴും വളഞ്ഞിട്ടൊക്കെ തന്നെ. ഓക്കെ, അപ്പം ഞാൻ എന്താണ് എൻ്റെ ഹെയറിൽ ചെയ്യലെന്ന് കാണിച്ചു തരാം. ഞാൻ മെയിൻലി ഹെയർ ഓയിൽ ഇടും, അത്രയേ ഉള്ളൂ. ഹെയർ വാഷ് ചെയ്യുന്ന അപ്പോഴൊക്കെ ഹെയർ ഓയിൽ ഇടും. ഞാൻ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യലുമില്ല. ഇത് എൻ്റെ ഹെയറിൻ്റെതാണ്. ഓരോരുത്തരുടെ ഹെയർ ഡിഫറെൻ്റ് ആയിരിക്കും, ഹെയർ ടൈപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും, ടെക്സ്ചറൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ആദ്യം എല്ലായിടത്തും എന്താ പറയുക, ഹെയറിൻ്റെ അത്യാവശ്യമുള്ള ഭാഗങ്ങൾക്കൊക്കെ ഹെയർ ഓയിൽ ഡ്രോപ്പ് ചെയ്യും. ആൻഡ് അത് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ ഹെയറിൻ്റെ തുമ്പത്തുണ്ടല്ലേ സ്പ്ലിറ്റൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തും ഞാൻ എന്തായാലും ഹെയർ ഓയിൽ ഇട്ട് കൊടുക്കും. എനിക്ക് അവിടെ ഇടൽ നിർബന്ധമാണ്, എന്നാലേ നമ്മളെ ഹെയർ ആ ഒരു സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് താഴേക്കും കൂടെ നിൽക്കുള്ളൂ. കാരണം ഞാൻ കുറേ മുന്നൊക്കെ ആ ഭാഗം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിരുന്നു. സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ അന്ന് എൻ്റെ ഹെയർ ഭയങ്കരമായിട്ട് സ്പ്ലിറ്റൻസും ഒരുമാതിരി ഹെയർ ആയിരുന്നു എൻ്റെത്. അന്ന് ഞാൻ ഹെയർ കെയർ ചെയ്യലില്ല. നമുക്ക് പർദ്ദയും മഫ്തൊക്കെ ആയിരുന്നു യൂണിഫോം. അപ്പോൾ രാവിലെ ഇതിട്ട് പോയിട്ട് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയൊക്കെ അല്ല ദൂരമുള്ളൂ. അപ്പോൾ ഇതിനാകെ മുടി എന്തോ പോലെയും. പിന്നെ കുറച്ചൊക്കെ ആയിട്ടാണ് ഓക്കെ ഞാൻ തന്നെ എൻ്റെ ഹെയർ എനിക്കൊരു കുഴപ്പമില്ലാത്തൊരു ഹെയർ ടൈപ്പാണ് ഉള്ളത്. ഇത് നല്ലപോലെ ഒന്ന് കുറേ കെയർ ചെയ്താൽ തന്നെ നല്ലൊരു അടിപൊളി ഹെയർ ആവും എന്ന് എനിക്ക് മനസ്സിലായത്. സോ ഡീറ്റെയിൽഡ് ഹെയർ കെയർ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഷോർട്സ് ആയിട്ടോ വീഡിയോ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇനിയുള്ള പരിപാടി നമ്മൾ ഫേഷ്യൽ ഹെയർ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പൈതവ ഹെയർ ഓയിൽ ഞാൻ എങ്ങനെ പോയാലും മിനിമം അരമണിക്കൂറെങ്കിലും ഞാൻ തലയിൽ വെക്കും കേട്ടോ, നല്ലോണം മസാജ് ചെയ്തിട്ട്. എൻ്റെ ഫേഷ്യൽ ഹെയർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അപ്പർ ലിപ്സ് മാത്രമേ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് റേസ് ചെയ്യലുള്ളൂ. എൻ്റെ എന്താ പറയേണ്ടത്, ഇത് കണ്ടോ, എൻ്റെ ഐബ്രോസും ഞാൻ പിന്നെ പറയാം. ഓക്കെ, ഈ ഒരു സാധനം ഞാൻ യൂസ് ചെയ്യുന്നത് സിറോണൻ്റെ എന്താ പറയുക റേസേഴ്സാണ്. സോ നല്ലോണം മോയ്സ്ചറൈസ് ചെയ്തിട്ട് മെല്ലെ ഒരേ ഡയറക്ഷനിക്ക് തന്നെ മെല്ലെ ഞാൻ ആക്കി കൊടുക്കൽ. കുറച്ച് ടൈം എടുത്തിട്ട് പെട്ടെന്ന് ചെയ്താൽ അത് മേബി മുറിയാവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് കുറേ പേർക്കുള്ളൊരു സംശയമാണ്, ഇത് ചെയ്താൽ പിന്നെ കൂടി വളരുമോ, ഭയങ്കര കട്ടിക്ക് വളരുമോ, കുറേ വളരുമോ എന്നൊക്കെ. എനിക്ക് അതൊക്കെ ഒരു മിത്തായിട്ടാണ് തോന്നിയത്. എനിക്ക് അങ്ങനത്തെ ഒന്നും എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് അപ്പർ ലിപ്സ് ഒക്കെ ഷേവ് ചെയ്യുന്ന ഒരാളാണ്,
റേസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് എൻ്റെ ഫേസിന് അത് നല്ലതായിട്ടാണ് തോന്നിയത്. ആൻഡ് എൻ്റെ ഐബ്രോസ് കണ്ടോ, ത്രെഡ് ചെയ്യാനായിട്ട് ഞാൻ ലാസ്റ്റ് ത്രെഡ് ചെയ്തതിൻ്റെ നിക്കാഹിൻ്റെ തലേന്ന് പോയിട്ടാണ്. പിന്നെ എനിക്ക് മടിയാണ് ഇനിയിപ്പോൾ പാർലറിൽ പോകണ്ടേ, അവിടെ ഇരിക്കണ്ടേ എന്നൊക്കെ ആലോചിച്ചിട്ട്. ഇനി അവിടെ പോയാലാണെങ്കിൽ എനിക്ക് മുടി വെട്ടാനുള്ള തൊരങ്ങനെ വരും. അപ്പം കയറാന്ന മുടിയും കൂടി വെട്ടാന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ, പിന്നെ ഒരാഴ്ച ഞാൻ അതും പറഞ്ഞ് കരഞ്ഞിരിക്കും. ആൻഡ് അപ്പർ ലിപ്സിൽ മാത്രമല്ലല്ലോ ഹെയർ ഉള്ളത്, നമ്മൾ ഫേസിൻ്റെ ചീക്കിൻ്റെ അവിടെ ഒക്കെ നല്ലോണം ബേബി ഹെയർസ് ഉണ്ട് കേട്ടോ. ആക്ച്വലി ഞാനത് ഷേവ് ചെയ്യാറേ ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ കുറേ കാലത്തിന് ശേഷം ഷേവ് ചെയ്ത് നോക്കിയപ്പോൾ നോക്കും നല്ല രോമമാണ്. ജസ്റ്റ് ഒന്ന് ഷേവ് ചെയ്തിട്ടുള്ള സംഭവം. അപ്പുറം സൈഡ് ഞാൻ ഷേവ് ചെയ്യുന്നില്ല. ബിക്കോസ് നമുക്ക് പിമ്പിൾസൊക്കെ ഉള്ള ടൈമിൽ പിമ്പിൾസ് ഒന്നുള്ള ഭാഗത്ത് ഷേവ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഷേവ് ചെയ്തില്ല. ആൻഡ് ഈ ഒരു സാധനം കുറച്ച് പേർക്കെങ്കിലും ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കും. ദിസ് ഇസ് കോൾഡ് പിമ്പിൾ പിക്കർ, അങ്ങനെ എന്തോ. ഞാനിത് ആകെ മര്യാദക്ക് യൂസ് ചെയ്തത് ഒരു പ്രാവശ്യം. ഞാൻ ആകെ ലൈഫിൽ ഒരു ടൈം മാത്രമേ ഫേഷ്യൽ ചെയ്തിട്ടുള്ളൂ. ആ ഒരു ടൈമിൽ ക്ലീനപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് ഞാനിത് കണ്ടത് കേട്ടോ. അങ്ങനെ നമ്മളെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യണത്. അങ്ങനെ ഇത് ഞങ്ങൾ മിസ്റ്റർ DIY മേടിച്ചാണ്. ഇത് ആക്ച്വലി ശരിക്കും വർക്ക് ആവണമെങ്കിൽ നമ്മളെ ഫേസ് നല്ലോണം സ്റ്റീം ചെയ്താൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് പ്ലക്ക് ചെയ്യാൻ കിട്ടും. എൻ്റെ ഫേസിലാണെങ്കിൽ കുറച്ച് ബ്ലാക്ക് ഹെഡ്സ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതെനിക്ക് ശരിക്കും കിട്ടിയില്ല. അതെനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ സ്റ്റീം ചെയ്യാണ്ട് തന്നെ അതെങ്ങനെ കുറേ നേരമൊക്കെ വലിക്കണമായിരിക്കും. എനിക്കത് യൂസ് ചെയ്യാൻ എന്തോ ഒരു പേടി. അപ്പോൾ ഞാൻ അധികം കളിച്ചില്ല. അങ്ങനെ ഞാൻ എന്തായാലും എൻ്റെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഹെയർ ഓയിൽ കുറച്ച് നേരം എന്തായാലും തലേ നിൽക്കണമല്ലോ. അപ്പം കുറച്ച് നേരം ടൈം ബാക്കിയുണ്ടല്ലോ. ആ ടൈം കൊണ്ട് ഞാൻ കുറച്ച് ജേണൽ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജേണൽ ഇതാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിവിടെ വെച്ചിട്ട് ഇതിൽ ഇനി എന്തെങ്കിലും റാൻഡം പേജസ് ചെയ്തിട്ട് പുതിയ ജേണൽ തുടങ്ങിയാലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ഞാൻ ഇപ്പം തന്നെ പുതിയത് തുടങ്ങിയാലോ എന്നൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു പഠിച്ചോ ഇതങ്ങനെ സൈഡിലായി പോയാലോ, എങ്ങനെയായാലും കുറച്ച് പേജ് ബാക്കിയുണ്ടല്ലോ. നമ്മളൊരു ജേണൽ എന്ന് പറഞ്ഞത് അങ്ങനെ ഫുള്ളി കംപ്ലീറ്റ് ആകുമ്പോഴാണല്ലോ അതിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ശരിക്കും കിട്ടുക. ഭംഗി കിട്ടാന്നില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ജേണലിലെ ഫസ്റ്റ് പേജ് മുതൽ ലാസ്റ്റ് പേജ് വരെ ഇങ്ങനെ തുറന്നു നോക്കൂട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര സന്തോഷമാണ് അത്. അപ്പോൾ ഫുൾ പേജ് കാണുമ്പോൾ നമുക്ക് ഒന്നുകൂടി സന്തോഷമല്ലേ. അപ്പോൾ പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കുമ്പോൾ കുറച്ച് കംപ്ലീറ്റ് ആവാണ്ട് എന്ന് ആലോചിക്കുമ്പോൾ ഒരിതല്ലേ. ഇത് ഞാൻ ഹൈലൈറ്റ് ഫോട്ടോ ബൂത്തിൽ നിന്ന് എടുത്തിട്ടുള്ള 2 ഫോട്ടോസാണ്. ഒന്ന് ഞാനും ഷൈനും പോയപ്പോൾ എടുത്താണ്. പിന്നെ ഒന്ന് ഞാൻ ലാസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയില്ലേ അപ്പോഴും എടുത്തതാണ്. അപ്പോൾ രണ്ടിലും 2 കോപ്പി വെച്ചിട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഐ തോട്ട് ജേണലിൽ അത് ഒട്ടിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് കുറേ കാലം ഈ ഫോട്ടോ ബൂത്ത് ഒട്ടിക്കാണ്ട് കൊണ്ട് നടന്നു. ബിക്കോസ് എനിക്ക് അതിൻ്റേതായിട്ടുള്ള വേറൊരു സ്റ്റിക്കറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിക്ചറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒട്ടിച്ചിട്ട് നല്ല ഭംഗിയാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഒന്നും ഞാൻ കോപ്പി എടുത്തിട്ടില്ല. പിന്നെ അതുവരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് വയ്യ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും കോപ്പീസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇനി പോയിട്ട് പിക്ചർ എടുത്താൽ മതിയല്ലോ, വലിയ കാര്യമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഉള്ളത് സിമ്പിളായിട്ടാണെങ്കിൽ ഒട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ബ്ലൂ തീമാണ് കിട്ടിയത്. അപ്പോൾ എൻ്റെ ഈ ഷോപ്പ് ABC എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റിൽ നിന്ന് മേടിച്ചിട്ടില്ല. ഈ ഒരു തീം ബുക്ക് ഉണ്ടായിരുന്നു, പേപ്പർ ബാക്കിൻ്റെ ബുക്ക് ഉണ്ടായിരുന്നേ. ഇതിൽ അത്യാവശ്യം കുറേ ഒരു 50 ഇങ്ങനെ പേപ്പർ ഷീറ്റ്സ് ഉണ്ട് പ്രിൻറ്റഡ്. ഞാൻ 2 പേജിലായിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ രണ്ടും ഒരു ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ എന്നുള്ളൊരു തീമിലെടുത്തു. ആൻഡ് ഞാൻ അളവൊക്കെ എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് ഒരു പേജിന് എത്ര വേണമെന്ന്. പക്ഷേ ഐ ആം വെരി ബാഡ് അറ്റ് ദിസ്. ഞാൻ ഇങ്ങനത്തെ ക്രിയേറ്റീവ് കാര്യങ്ങൾ പെർഫെക്റ്റായി ചെയ്യാൻ ഐ എം വെരി ബാഡ് അറ്റ് ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. അത് നിങ്ങൾക്ക് ഞാൻ ഒട്ടിക്കുമ്പോൾ മനസ്സിലാവും. അത്രയും വലിയ മെയിനായി അളവെടുത്തിട്ട് അളവ് ശരിയായില്ല. പിന്നെ ഈ ഒരു ജേണൽ എന്ന് പറഞ്ഞാൽ 10 ഔട്ട് ഓഫ് 10 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ചെയ്യണത്. ഇറ്റ്സ് ജസ്റ്റ് ഫോർ നമ്മുടെ ഒരു മനസ്സിന് നമുക്കൊരു സമാധാനത്തിന്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ആരെയും ബോധിപ്പിക്കാനോ എനിക്ക് മറ്റുള്ളവരെക്കാട്ടിലും ബെറ്റർ ആവാനോ ഒന്നിനും അല്ലല്ലോ. സോ ഇറ്റ്സ് ഫൈൻ. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ വെച്ചത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ളതായിരുന്നു. അങ്ങനെ ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ ഞാൻ വെച്ചത്. എനിക്ക് പിന്നെ എന്തോ ഇതൊന്നും ചെയ്ത് തീർക്കാമെന്നുള്ളൊരു മൈൻഡായിരുന്നു. കുറേ നേരം ഇതൊന്നും ഇരിക്കാനുമില്ല, ബിക്കോസ് തലയിൽ എണ്ണ ഉണ്ട്. ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോയിട്ട് കുളിക്കാൻ. ആൻഡ് ഈ ഒരു റോള് വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കാണിച്ചില്ലേ ഡൈക്കറ്റ്സുമായിട്ടൊന്ന്. ഐ തോട്ട് എന്താ പറയുക, ഇതിങ്ങനെ കുറേ ചാറ്റിൻ്റെ സാധനങ്ങളല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ചില ജേണൽ പേജിലൊക്കെ നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാമല്ലോ അതൊക്കെ കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ച ആ റോള് മൊത്തം ഡിഫറെൻറ്റ് സാധനമാവുന്നു. അയ്യത് അങ്ങനെ ഇല്ലടോ. ഒരു ഇച്ചിരി വരെ സാധനം, പിന്നെ ആ സെയിം സാധനം തന്നെ ഫുൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കിഷ്ടമായില്ല. അതിലാണെങ്കിൽ എനിക്ക് രസമുള്ളൊന്നും കാണാനും പറ്റില്ല. എനിക്ക് ആകെ ചടച്ചു അത് വാങ്ങിയിട്ട്. അപ്പോൾ ആരെങ്കിലും ആ സാധനം വാങ്ങാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് തുറക്കാണ്ട് തന്നെ വട്ടം കറക്കി നോക്കുക. ആ വട്ടം കറക്കണ സാധനം ആ മൊത്തം കറക്കത്തിൽ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ച് അതിലില്ല. അങ്ങനെ നമ്മൾ 2 പേജും ചെയ്തു കഴിഞ്ഞു. രണ്ടും വെരി സിമ്പിളാക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടില്ല, കൂടുതൽ എന്താ പറയുക ഒന്നും ആക്കിയിട്ടില്ല. സിമ്പിളായിട്ട് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. പക്ഷേ എനിക്ക് എന്താ അറിയില്ല, ജേണൽസ് എപ്പോഴും സിമ്പിളായിട്ട് നിൽക്കുന്നതാണ് ഭംഗി. ക്ലംസിനേക്കാളും എപ്പോഴും സിമ്പിളായിട്ട് വെക്കുന്നതാണ് എനിക്കൊന്നുകൂടെ ഇഷ്ടം.
ക്ലംസി അല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഐ മീൻറ്റ് കുറച്ചുകൂടി കൺജസ്റ്റഡ്, കുറേ കളർഫുള്ള് അങ്ങനെയൊക്കെ അല്ലേ അതിനേക്കാളും കേട്ടോ. പിന്നെ ഈ ഒരു ടേബിൾ മിറർ ഞാൻ മിസ്റ്റർ DIYന്ന് മേടിച്ചിരുന്നു. എന്തൊരു ഓഫറിൽ എത്രയോ 100 സംതിങ് എന്തോ ഇതിനായിട്ടുള്ളായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ ഞാനൊന്ന് മനസ്സിലാക്കി. പക്ഷേ താഴത്തേക്ക് എങ്ങനെ വെക്കണമെന്ന് എനിക്ക് വലിയ ധാരണയില്ലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഓക്കെ തിരിച്ച് വെച്ചാലാണെന്നുള്ളത്. പക്ഷേ ഈ ഒരു സാധനം ഞാൻ എത്ര തിരിച്ച് കൊടുത്തിട്ടും അത് ടൈറ്റ് ആവുന്നില്ല. പിന്നെ ഞാൻ കുറേ നോക്കി ഇനി എന്തെങ്കിലുമൊക്കെ അതിൻ്റെ എന്തെങ്കിലും ഒരു സുന അവിടെ ഇവിടെ വീണ് പോയിക്കൊന്നും അറിയില്ലല്ലോ ടൈറ്റ് ആവാനുള്ളത്. പക്ഷേ അത് എവിടെയും ഒന്നും പോയിട്ടുമില്ല, ഒന്നും കാണുന്നുമില്ല. അതിങ്ങനെ വലിക്കുമ്പോഴത്തേന് വരിക. അപ്പോൾ എനിക്കൊരു പേടി അത് യൂസ് ചെയ്യാൻ. പിന്നെ എനിക്ക് കുറച്ച് സാധനം അലക്കാനുണ്ടായിരുന്നു, അതായത് തിരുമ്പാനുണ്ടായിരുന്നു. ഫസ്റ്റത്തെ ഉമ്മച്ചി കാറ് കഴുകിന്, ഓരോ കാറിൻ്റെ കഴുകണതിൻ്റെ സാധനങ്ങളാണ്. പിന്നെ എൻ്റെ ഡ്രസ്സും കുറച്ച് സാധനങ്ങളും ലൈക്ക് വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റാത്തത് കേട്ടോ. ഞാൻ ലാസ്റ്റ് വ്ളോഗിലൊക്കെ ഈ പൂച്ചനെ പറ്റി പറഞ്ഞില്ലായിരുന്നു, അത് പ്രസവിച്ചിട്ടില്ല. പക്ഷെ അതിൻ്റെ എടുത്ത് നോക്കി എനിക്കാണെങ്കിൽ പാവം തോന്നുന്നു അതങ്ങനെ കെടുക്കണത് കാണുമ്പോൾ. പഠിച്ചോനെ അതൊരു മനുഷ്യനാണെങ്കിൽ ഇപ്പം 9ാം മാസം 10ാം മാസം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയായിരിക്കും, എന്തോ ഒരു കെയറിങ് ആയിരിക്കും മനുഷ്യന്മാർക്ക്. അതൊരു പൂച്ച ആയതുകൊണ്ടില്ലേ അത് ആരോട് അതിൻ്റെ സങ്കടം പറയാൻ നോക്കിയാണ് എനിക്ക്. പുറത്തേക്ക് നോക്കിയാൽ കുറേ ഒരു പട്ടിൻ്റെയും ഫാമിലിയൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഒരു വീടാണ് എൻ്റെത്. എല്ലാ ജീവികളും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ടാവും. അങ്ങനെ പിന്നെ നമുക്ക് ഫൈനലി കുളിക്കാനുള്ള നേരമായി. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല നേരം എൻ്റെ ഹെയർ ഓയിൽ എൻ്റെ തലയിൽ കിടന്നിക്കണം. പക്ഷേ എനിക്കത് ഹെയർ ഓയിൽ കുറേ നേരം തലയിൽ വെച്ച് ഞാൻ അങ്ങനെ കുറേ ഒന്നും ഇടാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മസാജ് ചെയ്തിട്ടുകൊണ്ട് തന്നെ കുറേ നേരം തലയിൽ വെച്ചാൽ എനിക്ക് ഇഷ്യൂ ഉണ്ടാവലില്ല. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂ, കണ്ടീഷൻ, ഹെയർ ഓയിലിനെ പറ്റി പറയുന്ന പോലെ തന്നെ ഞാൻ ഇതിലൊന്നും അത്ര പിക്കിയല്ല. പക്ഷേ പൊതുവേ എനിക്ക് സ്മെല്ല് കുറച്ച് ഇഷ്ടമുള്ളത് ഡവിൻ്റെതാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഡവ് ചൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതല്ലാത്ത ഹെർബൽ എസൻസിൻ്റെതും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. പക്ഷെ അത് ഹാദിക്കും ഷൈനിക്കൊക്കെ നല്ലപോലെ വർക്കായിരുന്നു. അതുകൊണ്ട് അത് ഹാദി എടുത്ത് കൊണ്ടുപോയി. എൻ്റെ ഇപ്പോൾ ഈ ഡവന്നെ ഉള്ളൂ. ഷാമ്പു ഞാൻ ചിലപ്പോൾ 2 പ്രാവശ്യം തലയിലിടും, ഡബിൾ വാഷ് ചെയ്യും. ആൻഡ് കണ്ടീഷണറും ഡവിൻ്റെ തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതും ഒരു 10 മിനിറ്റ് തലയിൽ വെക്കും. 10 അല്ലെങ്കിൽ 5 മിനിറ്റെങ്കിലും ഞാൻ തലയിൽ വെക്കും, എന്നിട്ട് അത് വാഷ് ചെയ്യുള്ളൂ. അപ്പോഴാണ് നമ്മുടെ എന്താ പറയുക ഹെയറിന് ആ കണ്ടീഷണറിൻ്റെ എഫക്റ്റ് ശരിക്കും കിട്ടുള്ളൂ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് തലയിൽ വലിയൊരു കെട്ടേറ്റ് ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ എൻ്റെ ചുണ്ട് കുറച്ച് ഡ്രൈ ആയ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് വേറെ സ്കിൻ കെയർ ഒന്നും ചെയ്തില്ല, ലിപ് ബാം മാത്രം ഇട്ട് കൊടുത്തു. ആൻഡ് കുളി കഴിഞ്ഞപ്പോഴാണ് പിമ്പിൾസൊക്കെ ഒന്നുകൂടെ വൃത്തിക്ക് തെളിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഒരു പിമ്പിൾ കുറച്ച് പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് മിനിസോന്നൊരു പിമ്പിൾ പാച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ എവിടെയും തട്ടുമ്പോഴൊക്കെയുള്ള ഒരു വേദനക്കൊക്കെ ഒരു കുറവുണ്ടാവും. ആൻഡ് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ താഴെ പോയപ്പോൾ ഉമ്മച്ചി വീട്ടിലുണ്ടായിരുന്നില്ല, ഇപ്പച്ചി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആരും ഹാദി ഞങ്ങൾക്ക് ഉണ്ടാക്കും ചോറ് തിന്നാനും തോന്നിയില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മാഗി ഉണ്ടാക്കി. ഹാദി അപ്പം തന്നെ എയർ ഫ്രയറിൽ പോയിട്ട് നഗറ്റ്സും പൊരിച്ചു. അങ്ങനെ അതായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും എന്താ പറയുക ലഞ്ച്. അപ്പോൾ ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ല എനിക്കൊരു സീരീസ് ഇഷ്ടമായില്ല എന്ന്. അതിൻ്റെ മൂവി ഫസ്റ്റ് പാർട്ട് ഞാൻ പെട്ടെന്ന് അടിച്ചിട്ട് കണ്ടു കഴിഞ്ഞു. ആൻഡ് സെക്കൻഡ് പാർട്ടും കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ ഇരുന്ന് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കണ്ടു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഇമ്മച്ചിയും ഇപ്പച്ചി എല്ലാവരും വന്നു. ഈവനിങ് കഴിക്കാനൊക്കെ ഇമ്മച്ചി ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഷവർമ്മ ഞാൻ ഇമ്മച്ചിനോട് ഷവർമ്മ കൊണ്ടുവരുവച്ചപ്പം ഇമ്മച്ചി ഷവർമ്മ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഡിന്നറിന് പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല, എനിക്ക് വിശന്നില്ല. പിന്നെ രാത്രി ആയപ്പം ഞാൻ അതിന് മുന്നേ അലക്കാൻ കൊണ്ടിട്ടത് വാഷിംഗ് മെഷീനിൽ അലക്കിയത് എനിക്ക് മേലെ കൊണ്ടുവന്ന് ചിക്കാണ്ടിരുന്നു. ഞാൻ ഈ മേലെ ഈ സാധനത്തുമ്മൽ ഇൻ്റെത് കൊണ്ടുവന്നിട്ട് അലക്കിയിടും. അതാകുമ്പോൾ എനിക്ക് എൻ്റെ റൂമിലേക്ക് നേരെ എടുത്ത് കൊണ്ടുപോയാൽ മതിയല്ലോ. എന്നാൽ പിന്നെ ഇൻ്റെതൊക്കെ ഒരുമിച്ച് എനിക്ക് കിട്ടും ചെയ്യും. മറ്റേത് മിക്സ് ആയി പോയാൽ പിന്നെ അങ്ങോട്ട് തപ്പിയെടുക്കാൻ നല്ല പണിയാണ്. അല്ലെങ്കിൽ എൻ്റെ താഴത്ത് അൽമാറയിലോ എവിടെയെങ്കിലൊക്കെ ഒന്ന് മിക്സ് ആയി പോയാൽ ഓരോരോ സാധനം പിന്നെ ഞാൻ തപ്പി നടക്കേണ്ടി വരും. അപ്പോൾ ഞാൻ മേലെ തന്നെ വെച്ചിട്ട് മേലെ തന്നെ പെട്ടെന്ന് എനിക്ക് കുറച്ച് മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചു. വല്ലാണ്ട് വൃത്തിയൊന്നും ആക്കാൻ നിന്നില്ല, പിന്നാക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് മടക്കി വെച്ചിട്ട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്കിൻ കെയറും ചെയ്തിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആക്കി. അതാണ് ഞാൻ പറഞ്ഞത്, പ്രൊഡക്റ്റീവിനേക്കാളും കൂടുതൽ സെൽഫ് കെയർ ആയോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.